Friends, welcome back to the English time. ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതിൻ്റെ ബാക്കിയാണ് എടുക്കുന്നതും. ദ കോൺ, ഗോതമ്പ് മണി, പേജ് നമ്പർ 111. ദ കോൺ, ഗോതമ്പ് മണി, ധാന്യമണി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഒരു ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറെ വിളിച്ചു വരുത്തില്ലേ. ആ ഗ്രാൻഡ് ഫാദർക്ക് ഈ ധാന്യമണിയെക്കുറിച്ച് അറിയാം. അദ്ദേഹം ചോദിച്ചു, ഇത് എവിടെ നിന്നാണ് കിട്ടിയത്, കുറേ കാലമായല്ലോ ഇതുപോലത്തെ ഒരു ധാന്യമണി കണ്ടിട്ട് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. ഇനി അതിൻ്റെ ബാക്കി, ദ കോൺ, ആ ധാന്യമണി, ഗോതമ്പ് മണി. ടെൽ മീ ഗ്രാൻഡ് ഫാദർ, ബിഗാൻ ദ കിങ്, രാജാവ് തുടങ്ങി. വെൻ ആൻഡ് വോ വാസ് സച്ച് കോൺ ഗ്രോൺ, എവിടെയാണ് ഇത്തരം ധാന്യം വളരുന്നത്? ഹാവ് യു എവർ ബോട്ട് എനി ലൈക്ക് ഇറ്റ് ഓർ സോൺ ഇറ്റ് ഇൻ യുവർ ഫീൽഡ്? ഈ ധാന്യങ്ങൾ താങ്കൾ എപ്പോഴെങ്കിലും ഇത്തരം ധാന്യങ്ങളൊക്കെ വിതക്കുകയോ കൊയ്യുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ? ആൻഡ് ദ ഓൾഡ് മാൻ റീപ്ലൈഡ്, നമ്മുടെ വൃദ്ധനായ മനുഷ്യൻ മറുപടി പറഞ്ഞു, കോൺ ലൈക്ക് ദിസ് യൂസ് ടു ഗ്രോ എവ്രിവെയർ ഇൻ മൈ ടൈം. ഇത്തരത്തിലുള്ള ധാന്യം എൻ്റെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നതാണ്. ഐ lived on corn like this in the days of my youth and fed other on it. എൻ്റെ ചെറുപ്പകാലത്ത് ഇത്തരം ധാന്യങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു, സുലഭമായിരുന്നു. ഇറ്റ് വാസ് സച്ച് എ ഗ്രൈൻ ദാറ്റ് വി യൂസ് ടു സോ റീപ്പ് ആൻഡ് ട്രഷ് എന്ന് പറഞ്ഞാൽ മെതിക്കുക. അപ്പോൾ ഈ ധാന്യങ്ങൾ ഞങ്ങൾ വിതക്കാനും കൊയ്യാനും മെതിക്കാനും ഒക്കെയാണ് അന്ന് ഇത്തരത്തിലുള്ള ധാന്യമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ആൻഡ് ദ കിങ് ആസ്ക്ഡ്, രാജാവ് ചോദിച്ചു, ടെൽ മീ ഗ്രാൻഡ് ഫാദർ, ഡിഡ് യു ബൈ ഇറ്റ് എനിവെയർ ഓർ ഡിഡ് യു ഗ്രോൺ ഇറ്റ് ഇൻ ഓൾ യുവർ സെൽഫ്? താങ്കൾ ഇത് എവിടുന്നെങ്കിലും വാങ്ങിച്ചതാണോ അതോ താങ്കൾ സ്വന്തമായി കൃഷി ചെയ്തതായിരുന്നോ? രാജാവ് ചോദിച്ചു. ദ ഓൾഡ് മാൻ സ്മൈൽഡ്, ആ സമയത്ത് നമ്മുടെ വൃദ്ധൻ പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇൻ മൈ ടൈം, ഹി ആൻസർഡ്, നോ വൺ എവർ തോട്ട് ഓഫ് സച്ച് എ സിൻ ആസ് ബൈൻ ഓർ സെല്ലിംഗ് ബ്രെഡ് ആൻഡ് വി നോ നത്തിങ് ഓഫ് മണി. അന്ന് അക്കാലഘട്ടത്തിൽ വാങ്ങുക വിൽക്കുക എന്നുള്ള തെറ്റിനെക്കുറിച്ച്, പാപത്തെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുക പോലും ഇല്ലായിരുന്നു. ഭക്ഷണം വാങ്ങുക വിൽക്കുക ചെയ്യുന്നത് പോലെയുള്ളൊരു തെറ്റിനെക്കുറിച്ച് ഞങ്ങൾക്കന്ന് ഒരിക്കലും ചിന്തിച്ചിട്ട് പോലുമില്ല. ആൻഡ് വി നോ നത്തിങ് ഓഫ് മണി, അന്ന് ഞങ്ങൾക്ക് ഈ ക്യാഷിനെ കുറിച്ചുള്ള ഒരു അറിവും ഇല്ലായിരുന്നു, പണത്തെക്കുറിച്ചുള്ള ഒരു അറിവും അന്ന് ഉണ്ടായിരുന്നില്ല എന്ന് മറുപടി പറഞ്ഞു. ഈച്ച് മാൻ ഹാഡ് എനഫ് കോൺ ഓഫ് ഹിസ് ഓൺ, ഓരോ മനുഷ്യനും എല്ലാവർക്കും അവർക്ക് ആവശ്യമായ ഗോതമ്പ് ധാന്യം അവർക്ക് ഉണ്ടായിരുന്നു, സ്വന്തമായി തന്നെ ഉണ്ടായിരുന്നു. മറ്റുള്ളവരിൽ നിന്ന് ക്യാഷ് കൊടുത്ത് വാങ്ങേണ്ട ഒരാവശ്യം അന്ന് ഇല്ലായിരുന്നു. ടെൽ മീ ഗ്രാൻഡ് ഫാദർ, ആസ് ദ കിങ്, രാജാവ് വീണ്ടും പറഞ്ഞു, വേർ വാസ് യുവർ ഫീൽഡ്, വേർ ഡിഡ് യു ഗ്രോ കോൺ ലൈക്ക് ദിസ്? എവിടെയാണ് താങ്കളുടെ കൃഷിയിടം, എവിടെയാണ് താങ്കൾ ഇത്തരം ധാന്യങ്ങൾ കൃഷി ചെയ്തിരുന്നത്? വീണ്ടും രാജാവ് ചോദിച്ചു. ആൻഡ് ദ ഗ്രാൻഡ് ഫാദർ ആൻസർഡ്, മൈ ഫീൽഡ് വാസ് ഗോഡ്സ് എർത്ത്, എൻ്റെ കൃഷിയിടം ദൈവത്തിൻ്റെ ഭൂമിയാണ്, ദൈവത്തിൻ്റെ ഭൂമിയാണ് എൻ്റെ കൃഷിയിടം. വേറെവർ ഐ പ്ലഫ്ഡ് ഇറ്റ് വാസ് മൈ ഫീൽഡ്, എവിടെയൊക്കെ ഞാൻ അധ്വാനിച്ചുവോ അതെല്ലാം എൻ്റെ കൃഷിയിടമായിരുന്നു. എവിടെയൊക്കെ അധ്വാനിച്ചു അതൊക്കെ എൻ്റെ കൃഷിയിടമാണ്. ലാൻഡ് വാസ് ഫ്രീ, ഭൂമി അന്ന് സ്വതന്ത്രമാണ്, ഫ്രീ ആണ്. ഇറ്റ് വാസ് എ തിങ് നോ മാൻ കോൾഡ് ഈസ് ഓൺ, ഒരാളും ഭൂമി എന്ന ആർക്കും സ്വന്തമായിരുന്നില്ല. ലേബർ വാസ് ദ ഓൺലി തിങ് മാൻ കോൾഡ് ദെയർ ഓൺ, അധ്വാനം മാത്രമാണ് ഞങ്ങളുടേത് എന്നായിരുന്നു ഞങ്ങൾ
അധ്വാനം മാത്രമാണ് തങ്ങളുടേത് എന്നായിരുന്നു ഞങ്ങൾ ചിന്തിച്ചിരുന്നത്. അപ്പോൾ ഭൂമി ഇന്നത്തെ കാലത്തുള്ളത് പോലെ ഓരോരുത്തർക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തിരിച്ചിട്ടില്ല. എവിടെയൊക്കെ ഇഷ്ടമുള്ളിടത്തൊക്കെ കൃഷി ചെയ്തു അവിടെ കൃഷി ചെയ്താൽ അത് അവൻ്റെ ഭൂമിയായി. ആ ഒരു രീതിയാണ് അന്ന് ഉണ്ടായിരുന്നത് എന്നാണ് നമ്മുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ മറുപടി പറഞ്ഞത്. ഇനി രാജാവ് വീണ്ടും ആൻസർ മീ 2 more questions. എൻ്റെ 2 ചോദ്യങ്ങൾക്ക് കൂടി അങ്ങ് ഉത്തരം നൽകിയാലും സെഡ് ദ കിങ്. രാജാവ് പറഞ്ഞു. ദ ഫസ്റ്റ് ഈസ്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദ എർത്ത് ബിയർ സച്ച് എ ഗ്രൈൻ ദെൻ ആൻഡ് ഹാസ് ചീസ്ഡ് ടു ഡു സോ നോ? And the second is, why does your grandson walk with 2 crutches, your son with 1 and you yourself with none? അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ ചോദ്യം, the first is, why did the earth bear such a grain then and has ceased to do so now? എന്തുകൊണ്ടാണ് അത്തരം ധാന്യങ്ങൾ, ഇത്രയും വലിയ ധാന്യങ്ങൾ ഇപ്പോൾ ഭൂമിയിൽ കിട്ടാത്തത് എന്തുകൊണ്ടാണ്? And the second question, why does your grandson walk with 2 crutches? നിങ്ങളുടെ ഗ്രാൻഡ് സൺ, പേരക്കുട്ടി 2 crutches, 2 ഊന്നുവടി ഉപയോഗിച്ചിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. പക്ഷേ യുവർ സൺ വിത്ത് 1, നിങ്ങളുടെ മകൻ 1 ഊന്നുവടി ഉപയോഗിച്ചിട്ട്. ആൻഡ് യുവർ സെൽഫ് വിത്ത് നൺ, നിങ്ങളാണെങ്കിൽ 1 ഊന്നുവടി ഇല്ലാതെ സ്വന്തമായി വന്നതാണ്. യുവർ ഐസ് ആർ ബ്രൈറ്റ്, കണ്ണിന് നല്ല തെളിച്ചമുണ്ട്. യുവർ ടീത്ത് സൗണ്ട് ആൻഡ് യുവർ സ്പീച്ച് ക്ലിയർ ആൻഡ് പ്ലീസൻറ്റ് ടു ദ ഇയർ, നിങ്ങളുടെ ശബ്ദം അത് കേൾക്കാൻ തന്നെ നല്ല സന്തോഷമുണ്ട്. സംസാരം നല്ല വ്യക്തവും കാതുകൾക്ക് വ്യക്തതയുള്ളതൊക്കെയാണ് എന്ന് പറഞ്ഞപ്പോൾ, ഹൗ ഹാവ് ദിസ് തിങ് കം അബൌട്ട്, എങ്ങനെയാണ് ഇവയെല്ലാം അങ്ങേക്ക് സാധ്യമാകുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, ആൻഡ് ഓൾഡ് മാൻ ആൻസേർഡ്, ആ വൃദ്ധ പിതാവ് മറുപടി പറഞ്ഞു, ദീസ് തിങ്സ് ആർ സോ because men have ceased to live by their own labor and have taken to depending on the labor of others. മനുഷ്യർ ഇന്ന് തങ്ങളുടെ അധ്വാനം മതിയാക്കി എന്തിനും അവർ ഡിപ്പെൻഡ് ചെയ്യുകയാണ്. ആൻഡ് ഹാവ് ടേക്കൻ ടു ഡിപ്പെൻഡിങ് ഓൺ ദ ലേബർ ഓഫ് അതേഴ്സ്, എന്തിനും ചെറിയ കാര്യങ്ങൾക്ക് പോലും അധ്വാനത്തെ ആശ്രയിച്ചാണ്, മറ്റുള്ളവരുടെ അധ്വാനത്തെ ആശ്രയിച്ചാണ് അവർ ജീവിക്കുന്നത്. ചെറിയ കാര്യങ്ങൾക്ക് പോലും മറ്റുള്ളവർ അധ്വാനത്തിന് ആശ്രയിക്കുകയാണ്, സ്വന്തമായി ഒന്നും ചെയ്യുന്നില്ല. അതാണ് ഇന്നത്തെ പ്രശ്നം. ഇൻ ഓൾഡൻ ടൈംസ്, മുമ്പ് കാലങ്ങളിൽ, പണ്ട് കാലത്ത്, മാൻ ലിവ്ഡ് അക്കോർഡിംഗ് ടു ഗോഡ്സ് ലോ, മനുഷ്യൻ ദൈവത്തിൻ്റെ നിയമം അനുസരിച്ചാണ് ജീവിച്ചിരുന്നത്. ദ ഹാഡ് വാട്ട് വാസ് ദെയർ ഓൺ, അവർ എന്തും അധ്വാനിച്ച് നേടിയിരുന്നു. ആൻഡ് കവേർട്ടഡ് നോട്ട് വാട്ട് അതർ ഹാഡ് പ്രൊഡ്യൂസ്ഡ്, എന്ത് സമ്പാദിച്ചാലും മറ്റുള്ളവരെന്ത് സമ്പാദിച്ചാലും അവർ അതിലൊന്നും കൊതിച്ചിരുന്നില്ല, ഉള്ളതുകൊണ്ട് അവർ തൃപ്തിപ്പെട്ടിരുന്നു. അതായിരുന്നു മുൻകാലങ്ങളിൽ. ഇന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ മറ്റുള്ളവരെ ആശ്രയിക്കുകയാണ്, സ്വന്തമായി വിയർപ്പൊഴുക്കാനോ അധ്വാനിക്കാനോ തയ്യാറാകുന്നില്ല എന്നുള്ള വലിയ പാഠമാണ്. മുൻകാലങ്ങളിൽ അധ്വാനിച്ചത് കൊണ്ട് ഇത്രയും പ്രായമായിട്ടും അദ്ദേഹത്തിന് സ്വന്തമായി എഴുന്നേറ്റ് നടക്കാനും കാണാനും കേൾക്കാനും എല്ലാത്തിനുള്ള കഴിവുകളുണ്ട്. അധ്വാനം കുറയുന്നതിനനുസരിച്ച് ആരോഗ്യവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അധ്വാനിച്ചിട്ട് നമ്മൾ നേടിയെടുക്കണം, അത് കൊണ്ട് ഉപകാരമുണ്ടാവുകയുള്ളൂ. ഇനി നമുക്ക് ഇതിലെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. വാട്ട് ഡീറ്റെയിൽസ് ഓഫ് ദ ഗ്രൈൻ ഡിഡ് ദ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ഗിവ്? ഈ ധാന്യത്തിൻ്റെ എന്ത് എക്സ്പ്ലനേഷനുകളാണ്, എന്ത് വിശദീകരണമാണ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ നൽകിയത്? നെക്സ്റ്റ്, വാട്ട് ഈസ് ദ സിൻ മെൻഷൻ ബൈ ദ ഗ്രാൻഡ് ഫാദർ? ഗ്രാൻഡ് ഫാദർ എന്ത് തരത്തിലുള്ള പാപത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, പാഠത്തിൽ ഒരു പാപത്തെക്കുറിച്ച് ഗ്രാൻഡ് ഫാദർ സൂചിപ്പിച്ചു. അത് ഏത് പാപമാണ്? എന്താണ് ഈ പാപം? എന്ത് ചെയ്താലാണ് പാപമാവുക? ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് മോറൽ ഡു യു ലേൺ ഫ്രം ദ ഓൾഡ് മാൻസ് വേർഡ്? ആ വൃദ്ധനായ മനുഷ്യൻ്റെ വാക്കുകളിൽ നിന്നുള്ള ധാർമ്മിക പാഠങ്ങൾ എന്തൊക്കെയാണ്? എന്താണ്
അധ്വാനമാണ് ആരാധന, അല്ലെങ്കിൽ അധ്വാനത്തിലൂടെയാണ് നമുക്ക് എന്തും നേടിയെടുക്കാൻ കഴിയുള്ളൂ. നമുക്ക് അത്യാവശ്യമായ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളത് നമ്മൾ അധ്വാനിച്ച് നേടിയെടുക്കണം. അതിലെ ഒരു സുഖമുണ്ടാവുകയുള്ളൂ, സന്തോഷമുണ്ടാവുകയുള്ളൂ. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യരുത്. നമ്മളെക്കൊണ്ട് കഴിവിൻ്റെ പരമാവധി അധ്വാനിക്കുക, കഴിയാത്തത് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. മറ്റൊരാളെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ആശ്രയിക്കുന്നത് ഒഴിവാക്കുക എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുക. ഓക്കെ, എന്നാൽ പാഠം ശരിക്ക് പഠിക്കുക, കിട്ടാത്ത വാക്കുകളൊക്കെ എഴുതി വെക്കുക, അർത്ഥം പഠിക്കുക, സംശയമുള്ളതൊക്കെ ചോദിക്കുക. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ആക്ടിവിറ്റികൾ ചെയ്യാം. താങ്ക് യു വെരി മച്ച്.